അങ്ങനെ തന്നെ ആ വാഴക്കൊല വെട്ടി ഇതുപോലെ തന്നെ ഞങ്ങളുടെ വാപ്പിച്ചയ്ക്ക് അത് കൊടുത്തു. വാപ്പിച്ച പെട്ടെന്ന് തന്നെ അത് വയറിലോട്ട് ചെന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് വാപ്പിച്ച ഓക്കെ ആയി. ചാടി എണീറ്റ് ഓടി പോകുന്ന എവിടാന്നറിയുമല്ലോ, എഴുത്തില്ലേക്ക്, പശുവിന്റെ അടുത്തേക്ക്. അത്രയും ദിവസമായിട്ട് പശുവിനെ കാണാൻ പറ്റാതിരിക്കുന്നില്ല. അകത്ത് തന്നെയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല. അപ്പുറത്ത് കക്കൂസിന്റെ അടുത്തോട്ട് പോവും, തിരിച്ചു കയറി വരും. അങ്ങനെയാണ്. പശുവിന്റെ അടുത്ത് ചെന്നപ്പോൾ ഉണ്ട് ഈ സെയിം അസുഖം. ഞങ്ങളുടെ വാപ്പിച്ചയ്ക്ക് എന്ത് അസുഖമായിരുന്നു ആ അസുഖമായിട്ട് പശു താഴേക്ക് അങ്ങ് വീണ് കിടക്കുക. അവിടെ ചെന്ന് പശുവിനെ തൊട്ടും തഴുകിയും തലോടി ഇരുന്ന് അവിടെ ഇരുന്ന് കരഞ്ഞു പശുവിനെ കണ്ടിട്ട്. എന്നിട്ട് കമ്മീഷൻ കടയിൽ പോയിട്ട് വെളുത്തുള്ളിയും ഇടത്തൊലിയും അങ്ങനെ ഉള്ളിത്തൊലി, പിന്നെ നമ്മൾ തുളസി, തുമ്പ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാരിയിട്ട് പശുവിന് കാടി തിളപ്പിക്കുന്ന വലിയ ചെമ്പിച്ചട്ടി എന്ന് വെച്ചാൽ അലുമിനിയം ചരുവത്തിന്, ചിലർ ചെമ്പിച്ചട്ടി എന്നാണ് പറയുന്നത്. അതെടുത്തോണ്ട് വന്ന് അതിനകത്തിട്ട് പുകച്ച് ഒരാഴ്ചയായിട്ട് ഈ ചാരവും എല്ലാം ഇതിനകത്ത് ഇരിക്കുക ഈ ചരുവത്തിൽ. അപ്പം ചരുവം നിറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ വാപ്പിച്ച ഉമ്മിച്ചോട് പറഞ്ഞു, അവിടെ ഒരു തെങ്ങൻ തൈ നിൽപ്പുണ്ട്, നീ ആ തെങ്ങൻ തൈ ഒന്ന് ചെവിട്ടിക്കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് ഈ സാധനം അതിനകത്തോട്ടിട്ട് മൂടാൻ പറഞ്ഞു. ഈ ചാരവും ചാമ്പലും ഒക്കെ അല്ലേ, എല്ലാം പുകച്ച സാധനങ്ങൾ. ഇത് മൂടാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം ആദ്യത്തെ തൂമ്പ ഒരു അങ്ങോട്ട് വെട്ടുമ്പോൾ ഒരു സാധനം പൊങ്ങി വരുന്നു. എന്തോ ഒരു സാധനം പൊങ്ങി. അപ്പോൾ ഒന്നുകൂടെ ഉമ്മിച്ച വാപ്പിച്ചോട് പറഞ്ഞു, അത് രണ്ട് സാധനം പൊങ്ങി വരുന്നുണ്ട് ഇവിടെ കേട്ടോ എന്ന് പറഞ്ഞു. നീ കുഴിക്കെന്ന് പറഞ്ഞു. കുഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ചന്ദനം, തുളസി, പിന്നെ സിന്ദൂരം, ചുമലപ്പട്ട്, എന്തോ ഒരു ജീവിയുടെ നഖം, തൊലി, ഇങ്ങനെ കുറേ സാധനങ്ങളുമായിട്ട് അരി, മലര്, ഇതെല്ലാം കൂടെ വാരി വെച്ചിട്ട് ഒരു തുണിക്കകത്തും പട്ടിനകത്താണ് ഇത് കുഴിച്ചിട്ടിരിക്കുക. അതെല്ലാം തൂമ്പായിട്ട് വാരി എല്ലാം കോരിയിട്ട് വലിയ, നമ്മുടെ അന്നത്തെ കാലത്ത് വലിയ ചേമ്പുണ്ട്, ചേമ്പിന്റെ ഇലയെന്ന് പറഞ്ഞ ഒരു വലിയ ചേമ്പലെന്ന്, കാലച്ചേമ്പെന്ന് പറയും. അതിലൊരു 2-3 ഇല വെട്ടി അതിനകത്തോട്ട് ഈ തെങ്ങിൻ ചുവട്ടി കിടന്ന സാധനങ്ങൾ മുഴുവൻ വാരി ഇട്ട് കഴിഞ്ഞ് തെങ്ങിന്റെ ചവിട്ടിൽ നിന്ന് ആ മണ്ണിന്റെ ലാസ്റ്റ് മൺതരിയും ഈ ചേമ്പലയ്ക്കകത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് പശു ചാടി എണീറ്റ് കഴിഞ്ഞപ്പോൾ വാപ്പിച്ച പറഞ്ഞു, ഇതെന്തോ ഒരു ഇപ്പൊ ഈ കൂടോത്രത്തിലൊക്കെ അങ്ങ് വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ, ഇതിപ്പോ അങ്ങനത്തെ എന്തോ സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം വാരി വെച്ച് വരുന്നവരെല്ലാം കാണിച്ചു. അത് വാരി വെച്ചത് എവിടെ കൊണ്ടുവച്ചത്? കിച്ചണിനകത്ത് അടുക്കളയിൽ ഒരു താട്ടുപോലൊരു സാധനം ഉണ്ട്, അതിന്റെ അടിയിൽ കയറ്റി വെച്ചിരിക്കുവാണ്. വരുന്നവരെ എടുത്ത് കാണിച്ചു. അപ്പൊ നമ്മുടെ വീട്ടില് കിളയ്ക്കാനൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇതിനെ അങ്ങോട്ട് തിരിച്ചടിക്കട്ടെ എന്ന് പറഞ്ഞു. അത് തിരിച്ചടിക്കണ്ട, എനിക്ക് പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് നീ തിരിച്ചടിക്കാനൊന്നും പോകണ്ട. അങ്ങോട്ട് പോയ കാലം തിരിച്ചിങ്ങോട്ട് കയറി വരും, അതുകൊണ്ട് നീ തിരിച്ചൊന്നും അടിക്കണ്ട. പിന്നെ അത് വേറെ ഇതുപോലൊരു ഉസ്താദിന്റെ അടുത്ത് പോയിട്ട്, ഉസ്താദ് എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധത്തിലുള്ള ഒരാൾ തന്നെ, ആളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഇതെന്താ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യേണ്ട, അത് പുഴ ഒഴുക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സാധനം അങ്ങനെ തന്നെ ആ ചേമ്പലയുടെ കെട്ടോട് കൂടി കൊണ്ടുവന്ന് ആറ്റിലൊഴുക്കി.